ഹായ്, എൻ്റെ പേര് കല്യാണി. ഇന്നെൻ്റെ കൂടെ ഉള്ളത് ടോമാണ്. ടോം ഈ വരുന്ന 31-ാം തീയതി ജപ്പാനിലേക്ക് ഫ്ലൈ ചെയ്യുകയാണ് ത്രൂ നമ്മുടെ HSW വിസ. അപ്പോൾ നമുക്ക് ആളുടെ വിശേഷത്തിലേക്ക് കടക്കാം. ഹായ് ടോം. ഓക്കെ ടോം, എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ സ്ഥലം എറണാകുളം. ഓക്കെ, അപ്പോൾ ഈ ഒരു HSW വിസയിൽ കൂടെ പോകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. HSW വിസ എന്ന് പറഞ്ഞാൽ ജപ്പാൻ വർക്ക് വിസ കാറ്റഗറിയിൽ ഈ കാറ്റഗറിയിൽ വരുന്ന വിസയാണ്. സോ എഞ്ചിനീയറിംഗ് ഫീൽഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിസ. അവിടെ ഒരു ഓട്ടോമൊബൈൽ സെക്ടറിലെ കമ്പനിയിലാണ് എനിക്ക് പ്ലേസ്മെന്റ് ആയിരിക്കുന്നത്. സോ നമുക്ക് ഈ പ്രോഗ്രാമിന് മുന്നോടിയായിട്ട് നമ്മൾ ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട്. നമുക്ക് ഒരു 8 മന്ത്സോളം നമ്മൾ ലാംഗ്വേജ് ട്രെയിൻ ചെയ്ത് N4 ലെവൽ ലാംഗ്വേജ് നമ്മൾ അച്ചീവ് ചെയ്യണം സ്കില്ല്. സോ അതിനുശേഷമാണ് നമുക്ക് ബാക്കി ജോബ് പ്രൊഫൈൽസ് കാര്യങ്ങൾ വരുന്നത്. സോ ഒരു നീണ്ടൊരു സമയത്ത് പഠനത്തിന് ശേഷം എനിക്ക് കിട്ടിയൊരു വേക്കൻസിയാണ്. അപ്പോൾ ടോം ഒരു എഞ്ചിനീയർ ആണല്ലേ? അതെ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആക്ച്വലി ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഡിഗ്രി ആയിരുന്നു, ഗ്രാജുവേഷൻ ആയിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് DBRലെ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയുടെ ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലോട്ട്. ഓക്കെ, നോർമലി നമ്മളെല്ലാവരും ചൂസ് ചെയ്യുന്നത് യൂറോപ്യൻ കൺട്രീസ്, അമേരിക്കൻ കൺട്രീസ് ഒക്കെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ജപ്പാൻ പോലൊരു കൺട്രി ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ജപ്പാനിൽ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്കറിയാം ടെക്നോളജി വൈസ് ലോകത്തിലെ ഏറ്റവും ഫസ്റ്റ് അഡ്വാൻസ്ഡ് ഉള്ള കൺട്രി ജപ്പാനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ നല്ലൊരു ഓപ്ഷൻസ് അവിടെ ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പറഞ്ഞ പോലെ. പിന്നെ ജപ്പാനിലെ ഒരു വർക്കിൻ്റെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ലോകത്തെ എവിടെയും നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. സാര ഓപ്ഷൻ. പിന്നെ അതിനേക്കാൾ ഉപരി ഈ പറഞ്ഞ ജപ്പാൻ്റെ പാസ്പോർട്ട്, അതായത് അവിടുത്തെ ഒരു സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ഒരു സിറ്റിസൺഷിപ്പാണ്. നമുക്ക് 130 രാജ്യത്തിന് മേലെ നമുക്ക് വിത്തൗട്ട് വിസ ട്രാവൽ ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടാണ് സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു ലാംഗ്വേജ് നമുക്ക് ഡിഫിക്കൽട്ടാണ് പഠിക്കാൻ. ഡിഫിക്കൽട്ട് എന്നുള്ള ലെവലാണ്. കാരണം എനിക്ക് തോന്നുന്നു വേൾഡിൽ ഒരു 4ാമത്തെ ഡിഫിക്കൽറ്റി ആയിട്ടുള്ള പഠിക്കുന്ന ലാംഗ്വേജാണ്. കാരണം അതിൽ കുറേ പിക്ചറേറ്റിക്കൽ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ പഠിക്കാനുണ്ട്. സോ ഡിഫിക്കൽറ്റിയാണ്, പക്ഷേ നമ്മുടെ ഭാഗത്ത് നമ്മൾ ഒരു എഫേർട്ട് ഇട്ടാൽ നമുക്ക് കിട്ടാവുന്ന ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലാംഗ്വേജ് പഠിച്ച ഇപ്പം ടോം ഫസ്റ്റ് അറ്റംപ്റ്റിലാണോ പാസ്? ഇല്ല, ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ പാസ് ആയത്. കാരണം ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് നമുക്ക് എക്സാമിൻ്റെ മോഡൽസും പാറ്റേണും എല്ലാം മനസ്സിലായി. അതിനുശേഷം 2ാമത്തെ പാസ് ആയപ്പോൾ കിട്ടി. എനിക്ക് 2ാമത്തെ അറ്റംപ്റ്റിലാണ് പാസ് ആയത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണോ? അതിൽ മറ്റുള്ള എളുപ്പം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ പഠിക്കുന്ന ഒരു എബിലിറ്റി പോലെ ഇരിക്കേണ്ട എക്സാം നമുക്ക് കിട്ടണം. ഇതിൽ നമ്മൾ നോർമൽ എല്ലാ ലാംഗ്വേജ് പഠിക്കുന്ന 4 സെക്ഷൻസ് ഉണ്ട്. ലിസണിങ്, റീഡിങ്, അതുപോലെ ഗ്രാമർ പാറ്റേൺസ് വരെ വൊക്കാബുലറി ഉണ്ടാവും. സോ പിന്നെ എന്താ പറയുക, നമുക്ക് ആൽഫബറ്റ്സ് വരെ മറ്റുള്ള ലാംഗ്വേജിനെ അപേക്ഷിച്ച് വളരെ ഡിഫിക്കൽറ്റിയാണ്. അപ്പോൾ അതേ ആൽഫബറ്റ്സ് പഠിക്കുക, അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേണം നമുക്ക് ക്ലിയർ ചെയ്യാം. 8 മന്ത് ഒരു N5 ലെവൽ എടുക്കണമെങ്കിൽ തന്നെ നമുക്കൊരു മിനിമം 6 മാസം പഠിക്കും. പിന്നീടാണ് നമുക്ക് 8 മാസം കഴിഞ്ഞാൽ നമുക്ക് N4 ലെവൽസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമുക്ക് എംപ്ലോയ്മെൻറ്റിലോട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അവിടെ എത്തിയ ഒരു ആഫ്റ്റർ 5 ഇയേഴ്സ് അപ്പോൾ ടോമിൻ്റെ ഒരു പ്ലാൻ എന്താണ്? പ്ലാൻ ആക്ച്വലി കറണ്ട്ലി പ്ലാനും ചെയ്തിട്ടില്ല. പിന്നെ ആക്ച്വലി പറഞ്ഞ പോലെ ചെല്ലുന്ന കമ്പനിയിൽ നമുക്കൊരു സൂട്ടബിളുള്ള വർക്ക് പ്ലേസ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പം ടോം പറയണ്ട, ഇപ്പോൾ ഇതിൻ്റെ വിസ ഭയങ്കര പവർഫുൾ വിസയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വിസ പ്രോസസ്സിംഗ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്, കുറച്ചധികം ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇത് ഇത്രയും ഡിഫിക്കൽട്ടായ ഒരു പ്രോസസ്സ്, ഇതിൻ്റെ ഒരു ലാംഗ്വേജ് ലേണിംഗ് കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ഈ ടോം പഠിച്ചത്? അതിൽ എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടത്? എനിക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അജിനോറ എന്ന് പറഞ്ഞ സ്ഥാപനത്തോടെ ഞാൻ അറിയുന്നത്. സോ വന്ന സമയത്ത് നമുക്കറിയാം ഈ പറഞ്ഞ ലാംഗ്വേജിൻ്റെ ഒരു പഠിക്കുന്ന ഒരു നമ്മുടെ ഭാഗത്തു നിന്നുള്ള നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു. സോ ട്യൂട്ടേഴ്സിന് അവർ തന്നു. ഓൺലൈൻ ട്യൂട്ടറിങ് ഉണ്ടാവും, നമുക്ക് അതിനുശേഷം ഓഫ്ലൈൻ ഉണ്ടാവും. അതിനുശേഷം നമുക്ക് ബാംഗ്ലൂർ വരുന്ന സെൻറ്റേഴ്സ്, ഇന്ത്യയിൽ തന്നെ 4 സെൻറ്റേഴ്സ് ഉള്ളൂ. സെൻറ്ററിൽ നമുക്ക് ഡേറ്റ് എടുത്ത് നമുക്ക് എക്സാമിന് വരും. സോ ഇതുവരെയുള്ള അസിസ്റ്റൻസ്, എക്സാമിനുള്ള അസിസ്റ്റൻസ് ഒരു സെക്ഷനിൽ നമുക്ക് അജിനോറ വരും. സോ അതിനുശേഷം പോകുന്നത് റിക്രൂട്ട്മെൻറ്റ് സെക്ഷനാണ്. അതും അജിനോറ തന്നെയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത്. സോ അതിനുശേഷം നമുക്ക് വരുന്ന ഇൻ്റർവ്യൂവിനുള്ള ഒരു ട്രെയിനിങ് കാര്യങ്ങൾ തരിക. പിന്നെ അതിനുശേഷം നമ്മുടെ ബാക്കി ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അജിനോറ വഴിയാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ അജിനോറയിലെ ട്യൂട്ടേഴ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫാക്കൽറ്റീസ് ആക്ച്വലി ട്യൂട്ടറിൻ്റെ ടൈമിൽ വെച്ചാൽ നമുക്ക് ബേസിക് ലെവൽ, അതായത് ഈ പറഞ്ഞ പോലെ ഇൻ്റർമീഡിയറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം ഒരു വൊക്കാബുലറി കാര്യങ്ങൾ പഠിക്കാനായിട്ട് ജൂനിയർ ടീച്ചേഴ്സ് ആയിരിക്കും വരിക. അത് ഓൺലൈൻ ആയിരിക്കും നമുക്ക് ടീച്ചിങ് കിട്ടുക. ഒരു 2 മന്ത്സ് ഡ്യൂറേഷനിൽ ഓൺലൈൻ ടീച്ചിങ് ആയിരിക്കും. പിന്നെ ബാലൻസ് വരുന്നൊരു 4 മന്ത്സ് നമുക്ക് ഓഫ്ലൈൻ ടീച്ചിങ് ആണ് വരിക. നമുക്ക് അവർ അജിനോറ സെൻറ്ററിൽ തന്നെ ആയിരിക്കും നമുക്ക് ടീച്ചിങ് ഇടാൻ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് പേരുടെ ഡ്രീം കൺട്രിയാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജപ്പാൻ ചൂസ് ചെയ്യാൻ താല്പര്യമായിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ്, അല്ലെങ്കിൽ അങ്ങനെ പോകാൻ താല്പര്യമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ടോമിന് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി നിങ്ങളൊരു വർക്ക് ചെയ്യാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ വേണം, നല്ലൊരു കരിയർ വേണമെന്നുണ്ടെങ്കിൽ ജപ്പാൻ നല്ലൊരു കൺട്രിയാണ് എന്തുകൊണ്ട് തന്നെ. പിന്നെ ഇവർ എഫേർട്ട് നല്ലോണം എടുക്കേണ്ട ഒരു കൺട്രിയാണ്. കാരണം നമ്മൾ അവരുടെ അടുത്തോളം വർക്ക് ചെയ്ത് എത്തണം. നമ്മൾ ആ ഒരു ലിമിറ്റേഷൻ ഭയങ്കര വ്യത്യാസമുണ്ട്. സാർ ആ ഒരു കേസ് മാത്രം എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളൂ. എന്തായാലും നല്ലൊരു കരിയറുള്ളൊരു കൺട്രിയാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും നേരം നമ്മളോട് വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച ടോം ഈ 31-ാം തീയതി ജൂലൈ 31 ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലേക്ക് ഫ്ലൈ ചെയ്യുകയാണ്. അപ്പം ടോം ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ ഈ ഒരു ജേർണിയിൽ ടോമിന് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ടാവുമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ സോ ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ഇതൊരു ഇത്ര വലിയൊരു സക്സസ്
ടോമിന് ഉണ്ടാവാൻ വേണ്ടിയിട്ട്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രോഗ്രാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അജിനോറോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്. താങ്ക്സ് ടു അജിനോറ. അതിനെ സപ്പോർട്ട് ചെയ്ത ഇവിടുത്തെ ടീച്ചേഴ്സ്, ട്യൂട്ടേഴ്സ്, ബാക്കിയുള്ള ഡോക്യുമെൻറ്റേഷനെ സഹായിച്ച ബാക്കി സ്റ്റാഫുകൾ, ഇവിടെയൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് നന്ദി പറയാനുള്ളത്. താങ്ക്സ് ടു അജിനോറ. ബിഫോർ വൈൻഡിങ് അപ്പ്, താങ്ക് യു ടോം ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.